ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? ഏപ്രിൽ 5, 1957. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. 1957 ഫെബ്രുവരി 28 ടു മാർച്ച് 11. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 ടു മാർച്ച് 11. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. ഒന്നാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി EMS. ഒന്നാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി EMS. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ആദ്യ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ആദ്യ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ആദ്യ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. ആദ്യ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. അപ്പോൾ ഒന്നാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി EMS. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ആദ്യ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ആദ്യ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം സഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. 1959 ജൂലൈ 31 ഒന്നാം മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം. അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം. ഒന്നാം കേരള മന്ത്രിസഭ മുഖ്യമന്ത്രിയായിരുന്നത് EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം C അച്യുതമേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്. ഭക്ഷ്യം വനം KC ജോർജ്. വ്യവസായം KP ഗോപാലൻ. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാർ മുഖ്യമന്ത്രിയായിരുന്നത് EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം C അച്യുതമേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്. ഭക്ഷ്യം വനം KC ജോർജ്. വ്യവസായം KP ഗോപാലൻ. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. സഹകരണം വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി. തദ്ദേശഭരണം PK ചാത്തൻ മാസ്റ്റർ. പബ്ലിക് വർക്ക്സ് TA മജീദ്. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. അപ്പോൾ സഹകരണം വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി. തദ്ദേശഭരണം PK ചാത്തൻ മാസ്റ്റർ. പബ്ലിക് വർക്ക്സ് TA മജീദ്. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ്ണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ്ണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ്ണ ചതുഷ്കോണ പദ്ധതി 6 വരി പാതയാണ്. സുവർണ്ണ ചതുഷ്കോണ പദ്ധതി 6 വരി പാതയാണ്. ഇന്ത്യയിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി
സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഹൈവേ പദ്ധതിയാണ് ചാർധാം പദ്ധതി. ഇന്ത്യയിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഹൈവേ പദ്ധതിയാണ് ചാർധാം പദ്ധതി. ആസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. ആസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. അപ്പോൾ സൗവർണ ചതുഷ്കോണ പദ്ധതി 6 വരിപ്പാതയാണ്. ഇന്ത്യയിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഹൈവേ പദ്ധതിയാണ് ചാർധാം പദ്ധതി. ആസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. കന്യാകുമാരിയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് നോർത്ത് സൗത്ത് ഇടനാഴി. കന്യാകുമാരിയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് നോർത്ത് സൗത്ത് ഇടനാഴി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും സംഗമിക്കുന്ന സ്ഥലമാണ് ഝാൻസി, യുപിയിലെ ഝാൻസി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും സംഗമിക്കുന്ന സ്ഥലം ഝാൻസി. ഇന്ത്യയിലെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് BRO, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. BRO ഇന്ത്യയിലെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. BRO സ്ഥാപിതമായ വർഷം 1960. BRO സ്ഥാപിതമായ വർഷം 1960. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ കന്യാകുമാരിയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് നോർത്ത് സൗത്ത് ഇടനാഴി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും സംഗമിക്കുന്ന സ്ഥലം ഝാൻസി. ഇന്ത്യയിലെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം BRO, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. BRO സ്ഥാപിതമായ വർഷം 1960. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അപ്പോൾ ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം മേഘാലയ, അതുപോലെ ഗോവ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളാണ് മേഘാലയ, ഗോവ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ശ്രീനഗർ ടു കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH966B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയാണ് ഭാരത്മാല ഹൈവേ പദ്ധതി. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതി ഭാരത്മാല ഹൈവേ പദ്ധതി. അപ്പോൾ ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മേഘാലയ, ഗോവ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ശ്രീനഗർ ടു കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH966B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതി ഭാരത്മാല ഹൈവേ പദ്ധതി. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം.
ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ജില്ല എറണാകുളം. ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ജില്ല വയനാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ജില്ല എറണാകുളം. ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ജില്ല വയനാട്.